അതൊരു ഒരു വലിയ വാർത്തയാണ്. എന്തായാലും ബ്ലഡ് മണി സ്വീകരിക്കാൻ ഈ തലാൽ മെഹദിയുടെ കുടുംബം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് എത്ര രൂപയാണ് ബ്ലഡ് മണി ആയിട്ട് കൊടുക്കേണ്ടത് എന്നതിലൊരു തീരുമാനം വരികയും അത് സ്വരൂപിക്കാൻ ആവശ്യമായ നടപടികളായി കഴിഞ്ഞിട്ടുണ്ട്. ബ്ലഡ് മണി സ്വരൂപിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് ആളുകൾ അങ്ങനെ സഹായ വാഗ്ദാനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുണ്ട്. ഒട്ടേറെ സംഭാവനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ ഒഴിവായി കിട്ടും. അതിനി നിയമ നടപടികൾ മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. ഷാബു പ്രസാദ് എങ്ങനെ കാണുന്നു? ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ശ്രമിച്ചിരുന്നു, പക്ഷേ അവസാനം ഗവൺമെന്റിന് പറയേണ്ടി വന്നു ഇത് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും ഒരു ക്ലോസ് ഇട്ടിരുന്നു, ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഷെയ്ഖിന്റെ കാര്യവും പറഞ്ഞിരുന്നു. അപ്പോൾ കാന്തപുരവുമായിട്ട് അലൈൻ ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റ് പോകുന്നുണ്ട്, ചെയ്യുന്നതിന്റെ പരമാവധി ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അവിടുത്തെ സുസ്ഥിരമായ ഒരു ഭരണകൂടം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗവൺമെന്റ് ടു ഗവൺമെന്റ് നെഗോസിയേഷൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യമാണ്. അല്ല സർ, വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ശുഭോദർക്കായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് നോക്കൂ, ഇപ്പം രാജ്യത്തിനൊരാവശ്യം വന്നു, രാജ്യത്തിൻ്റെ ഒരു പൗരൻ ഒരിടത്ത് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അവിടെ പിന്നെ വേറെ രാഷ്ട്രീയ വ്യത്യാസങ്ങളോ മതജാതി വ്യത്യാസങ്ങളോ ഒന്നുമില്ല. അത് ഇപ്പോഴത്തെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ ലോകം ഭാരതം ഇതിനു മുമ്പ് തെളിയിച്ചതാണ്, ഒരു മാസം മുമ്പ്. അതേപോലെ തന്നെ ഒരു സിറ്റുവേഷനാണ്. നമ്മുടെ രാജ്യത്തിനൊരു ആവശ്യം വന്നിരിക്കുന്നു. നമ്മുടെ ഒരു പൗരൻ മറ്റൊരു രാജ്യത്ത് ഒരു പ്രതിസന്ധിയെ അല്ലെങ്കിൽ ഒരു ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷനെ നേരിടുമ്പോൾ അവിടെ പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന എല്ലാ പോസിബിലിറ്റിയും ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു ഗവൺമെൻറ് നെഗോസിയേഷൻ നടക്കില്ല, അങ്ങനൊരു ചർച്ച നടക്കില്ല. അവിടെ ഉള്ളത് വളരെ കർശനമായ രീതിയിലുള്ള മത നിയമങ്ങൾ പിന്തുടരുന്ന ഒരു ഭരണകൂടമാണ്. അവിടെ അവരോട് ആ ലാംഗ്വേജിൽ തന്നെ, അതേ വൈബിൽ, അതേ വേവ് ലെങ്തിൽ തന്നെ സംസാരിക്കാൻ കഴിയുന്ന വ്യക്തികൾ തന്നെ സംസാരിക്കണം. എങ്കിലേ അതിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഉണ്ടായ റിസൾട്ടാണിത്. ഇത് ഒരുപാട് തീർച്ചയായിട്ടും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ആ പരിശ്രമങ്ങളെ നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ, നമുക്കത് ബഹുമാനിക്കാതെ വയ്യ. കാരണം ആ സമയത്ത് അങ്ങനെ ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റൊരു ഓപ്ഷൻ അവിടെ ഇല്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല. ആക്ഷൻ കൗൺസിൽ വിചാരിച്ചാലും പണം സ്വരൂപിക്കാം എന്നല്ലാതെ ഡയറക്റ്റ് ആയിട്ട് അവരുമായിട്ട് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെയുള്ള ഒറ്റ ഓപ്ഷൻ, അതെന്തായാലും കാന്തപുരത്തിൽ അങ്ങനെ തോന്നലുണ്ടായത് തന്നെ വലിയ കാര്യമാണ്. അല്ല മഞ്ജുഷേ, നമ്മൾ അങ്ങനെ പോലും തോന്നേണ്ട, അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. നിവർത്തികേട് കൊണ്ട് ചെന്നു എന്നുള്ളതല്ല, അതൊരു വലിയ ഓപ്ഷനാണ്, അതൊരു വലിയ സാധ്യതയാണ്, വലിയൊരു ഓപ്ഷനാണ്. ഇവിടെ ആ യുവതിയുടെ ജീവനാണ് പ്രധാനം. അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ അതിനെ ആ രീതിയിൽ കൊണ്ടുപോകേണ്ട കാര്യമേ ഇല്ല. വേറെ അവസാനം കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ അവർ വന്ന് കാന്തപുരത്തിന് അവരുടെ നിവൃത്തിയില്ലാഞ്ഞിട്ട് വന്ന് നെവർ നെവർ നെവർ. അതൊരു 100% പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു വലിയ കരുത്താണത്. ആ കരുത്താണ് നമ്മൾ ഉപയോഗിച്ചത്. ഇപ്പം അതാണ് പറഞ്ഞത്, രാജ്യത്തിനൊരാവശ്യം വന്നപ്പോൾ നമ്മൾ കണ്ടല്ലോ, എല്ലാ രാഷ്ട്രീയ മതവ്യത്യാസങ്ങളും മറന്ന് ശ്രീമാൻ ഒവൈസിയൊക്കെ എത്ര വീറോടുകൂടിയാണ് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് പൊരുതിയത് ഓരോ രാജ്യങ്ങളിൽ ചെന്നിട്ട്. അതുപോലെയുള്ളൊരു സിറ്റുവേഷനാണിത്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ നമ്മുടെ ഒരു പൗരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും അതിശക്തമായ ഒരു ഇടപെടലാണ്. ശരിയാണ്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്ര,